രണ്ട് ഇൻ്റർനെറ്റ് സെലിബ്രിറ്റീസ് ആയിരുന്നു. ഒന്ന് സാർട്ടർ, പിന്നെ ബർട്ടൺ റസൽ. ബർട്ടൺ റസൽ ആൻറ്റി ഫിലോസഫിയാണ്, സാർട്ടർ ക്വാണ്ടം ഫിലോസഫിയാണ്. ഫിലോസഫേഴ്സിൽ ഏറ്റവും അധികം ഇൻ്റലക്ട് സെലിബ്രിറ്റിയായി മാറിയത് ഇവരുടെ ആണ്. സാർട്ടറാണ് എക്സിസ്റ്റൻഷ്യലിസം കൊണ്ടുവന്ന 80s എക്സിസ്റ്റൻഷ്യലിസം തരംഗമാണ്. ഇൻഡിവിജ്വൽ ഫ്രീവില്ലിനെ കുറിച്ചാണ്. സാർട്ടറിൻ്റെ ഫ്രണ്ടായ സൈമൺ ദി ബൂവോ ബീയിങ് ആൻഡ് നത്തിങ് സാർട്ടറിൻ്റെ ബുക്കാണ്. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഒരുപാട് ബോൺസ് കൊടുത്തിട്ടുണ്ട്. പുള്ളി മാർക്സിസ്റ്റുകാരനായിരുന്നു. ഗോഡ് ബിലീഫ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഡാഷ്യൻ അനാലിസിസ് പുള്ളിയുടെയാണ്. ഡാഷ്യൻ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ്. പുള്ളി പറയുന്നത് സൈക്കാട്രിക് പ്രോബ്ലംസ് അല്ല, ഡാഷ്യൻ അനാലിസിസ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത. ഒന്ന്, ആൾക്കാർ സീരിയസ് അല്ല ഒരു കാരണം. രണ്ട്, ആൾക്കാർ റിലീജിയസ് ആണ്, ഇപ്പോഴത്തെ ലൈഫിൽ ബിലീവ് ചെയ്യുന്നില്ല. മൂന്ന്, ദേ സെൽഫ് ദേ ബോധഡ് അബൌട്ട് അതേഴ്സ്, മറ്റുള്ളൊരു ഒപ്പീനിയനാണ്. അതർ ഇസ് ഹെൽ എന്ന് പറഞ്ഞ ആളാണ് സാർട്ടർ. ബർട്ടൺ റസൽ കാര്യമാണെങ്കിൽ പുള്ളി ഒരു സ്കോളറായിരുന്നു. കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഫീൽഡില്ല. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. മെയിൻലി ലോജിക്ക് മറ്റൊക്കെയാണ്. ലോജിക്കലി പെർഫെക്റ്റ് ലാംഗ്വേജ് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത ആളാണ്. പുള്ളിയുടെ സിസ്റ്റൻ ആൻഡ് വിറ്റിൻസ്റ്റൈൻ ന്യൂക്ലിയർ ഫ്രീ ആർമെൻറ്റ് പോലുള്ള ന്യൂക്ലിയർ ഫ്രീ ആർമെൻറ്റ് ഫ്രീ ലവർ പുള്ളി പ്രൊമോട്ട് ചെയ്തതാണ്. പ്രിൻസിപ്പൽ മാത്തമാറ്റിക്കൽ ബുക്ക് എഴുതിയതാണ് വൈറ്റലിൻ്റെ ഒപ്പം. ബർട്ടൺ റസൽ ഒരുപാട് വെസ്റ്റേൺ ഫിലോസഫി ബുക്ക് ബർട്ടൺ റസലിൻ്റെയാണ്. ഒരുപാട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വീനസ് സെക്കൻഡ് ഭാഗം ആയിരുന്നില്ല. ആൻറ്റി ഫിലോസഫിയിൽ വളരെ മെയിൻ ആളാണ്. ക്വാണ്ടം ഫിലോസഫിയുടെ ആളാണ് സാർട്ടർ. ആൻറ്റി ഫിലോസഫിയുടെ ആളാണ് ബർട്ടൺ റസൽ. രണ്ടുപേരും ഫിലോസഫിയിൽ വന്ന ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റീസാണ്. ഇതാണ് ബ്രീഫായിട്ട് ഞാൻ സാർട്ടറിനെ കുറിച്ചും റസലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്.